റസ്മിൻ വരുന്നു സീസൺ 7 വീണ്ടും. എന്താ സംഭവം അറിഞ്ഞോ? സംഭവം കലക്കിയിട്ടുണ്ട്. നമ്മുടെ ഭയങ്കര ഒരു സർപ്രൈസ് ആണ് ഇപ്പൊ പറയാനുള്ളത്. റസ്മിൻ വീണ്ടും സീസൺ 7 ഒരു സംഭവമായിട്ട് തിരിച്ചു വരികയാണ്. പറയാൻ വൈകിപ്പിക്കുന്നില്ല. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ അറിയാൻ പറ്റിയത് നമ്മുടെ കോമണാസ് പ്രൊമോ 2-3 ദിവസത്തിനകത്ത് വരും. ഞാൻ കറക്റ്റ് ഡേറ്റ് പറയണില്ല. 23rd എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. കറക്റ്റ് ഡേറ്റ് ഞാൻ പറയണില്ല. ചാനലിൽ എന്തെങ്കിലും ഇതൊന്നു കഴിഞ്ഞാൽ മാറും. പക്ഷേ കോമണാസ് പ്രൊമോയുടെ ഷൂട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ ഷൂട്ട് കഴിഞ്ഞതാണ് കോമണാസ് പ്രൊമോയുടെ. ആ കോമണാസ് പ്രൊമോ നമ്മുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റസ്മിൻ ഭായി ആണ്. സീസൺ 6 കോമണറായി വന്ന റസ്മിനാണ് ആ കോമണാസ് പ്രൊമോക്കകത്തോടി വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾക്ക് ഇത്തവണ കോമണർ ആവണ്ടേ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതും, അതുപോലെ തന്നെ ഇത്രയാണ് സൈസ്, ഇതിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, മൈജിയിലാണ് പോവേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് റസ്മിനാണ്. അപ്പോൾ ഇനി ഈ സംഭവം കലക്കി എന്ന് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഭവം സൂപ്പർ അല്ലേ? എന്ന് ആലോചിച്ചോ. ഒരു കോമണറിനെ വരവേൽക്കുന്നതും മറ്റൊരു കോമണർ ആണെങ്കിൽ അതൊരു സൂപ്പർ സംഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാനിട്ട് ഏതൊക്കെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോമണാസ് പ്രൊമോ വരുന്നുണ്ട്. ചിലപ്പോൾ ഗോപിക ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും. കാരണം ഗോപിക ഒരു കോമണർ ആണല്ലോ. അപ്പം കോമണർ ആയിട്ടുള്ള ഒരാൾ ബാക്കിയുള്ള കോമണേഴ്സിനെ ക്ഷണിക്കാനായിട്ടുള്ള പ്രൊമോക്കകത്ത് ആക്ട് ചെയ്യുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും, ഇല്ലേ? അതേ കാറ്റഗറി. അപ്പം ഞാൻ കഴിഞ്ഞ തവണ വന്ന് കോമണറായിട്ട് വന്നപ്പോൾ നിങ്ങൾക്കും വരണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ലെവലിൽ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ തവണ വന്നില്ല. ഇത്തവണ നമ്മുടെ റസ്മിൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഈ സമയത്ത് പറയാനുള്ളത്, 4 കോമണേഴ്സ് ആണ് നമുക്ക് ടോട്ടലി ഉള്ളത്. ഒന്ന് സീസൺ 5 ഗോപിക, 2 സീസൺ 6 റസ്മിൻ ഭായി, നിഷാന, പിന്നെ നമ്മുടെ നന്ദന. ഇവർ 4 പേരാണ് ടോട്ടൽ കോമണേഴ്സ് ഉള്ളത്. ഈ കോമണേഴ്സിൽ നിന്ന് എന്തുകൊണ്ട് റസ്മിൻ ഭായിയെ മാത്രം ചൂസ് ചെയ്തു ഈ പ്രൊമോക്ക് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നന്ദന ഉണ്ട്, നിഷാനയുണ്ട്, ഗോപികയുണ്ട്. റസ്മിനെ മാത്രം എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കരുതുന്നത്, ഞാൻ വിശ്വസിക്കുന്നതും എനിക്ക് തോന്നുന്നതും ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുള്ള കോമണർ റസ്മിനാണ്, അല്ലേ? സീസൺ 5 ഗോപിക ഒരു 23 ദിവസത്തോളം നിന്നു. സീസൺ 6 നിഷാന 14 ദിവസം എന്തോ നിന്നു, അല്ലേ? അടുത്ത് നമ്മുടെ നന്ദന 28ാമത്തെ ദിവസം കയറിയിട്ട് ഒരു 75-ലോ 80-ലോ എന്തോ ആണെന്ന് തോന്നുന്നു ഔട്ടായത്. 28ാമത്തെ ദിവസം കയറി വൈൽഡ് കാർഡ് ആയിട്ടാണല്ലോ വന്നത്. അതേസമയം റസ്മിൻ ആണെങ്കിൽ ഡേ 1 മുതലേ ഒരു ദിവസം 70-ഓ 80-ഓ വരെ ഉണ്ടായിരുന്നു. ഫാമിലി വീക്ക് കഴിഞ്ഞിട്ടല്ലേ പോയത്. അപ്പം ഏറ്റവും കൂടുതൽ ദിവസം നിന്നിട്ടുള്ള കോമണർ റസ്മിനാണ്, 4 കോമണേഴ്സിൽ നിന്നും. അപ്പം അതുകൊണ്ട് കൂടി തന്നെ ആയിരിക്കും റസ്മിനെ കൊണ്ട് ഈ പ്രൊമോ ചെയ്യിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായങ്ങൾ? സംഭവം കലക്കി. എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു സൂപ്പർ സംഭവമാണ്. കാരണം ലാലേട്ടനോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരോ ഒക്കെ വന്ന് ഈ കോമണേഴ്സ് പ്രൊമോയുടെ കാര്യം പറയുന്നതിനേക്കാളും നല്ലത് ഈ പറയുന്ന കണ്ടസ്റ്റൻസ് വന്ന് പറയുന്നതാണ്, മുന്നേ മത്സരിച്ചിട്ടുള്ള കോമണേഴ്സ് വന്ന് പറയുന്നതാണ് എന്നാണ് എനിക്ക് പേഴ്സണലി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കൊള്ളാം, സൂപ്പർ സംഭവം എന്നേ പറയാനുള്ളൂ. നമുക്ക് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ പ്രൊമോ ഉണ്ടാവും, ലോഞ്ച് ഉണ്ടാവും. അതിനകത്ത് കാര്യങ്ങളൊക്കെ പറയും. മൈജിയിലാണ് പോയി എടുക്കേണ്ടത്. എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് പറഞ്ഞു തരും നിങ്ങൾക്ക്. കൂടുതൽ കാര്യങ്ങളോട്ട് ഞാൻ പോണില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, സീസൺ 6 നിന്നും ഈ 7 ഈ ഒരു പ്രൊമോ ഷൂട്ട് സെയിം. ഇപ്പം ഈ കണ്ടസ്റ്റൻസ് ഒന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സംഭവമുണ്ട്. ഇത് സീസൺ 2 നടന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കണ്ടിട്ടുള്ള പ്രൊമോസ്. സീസൺ 1 കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണല്ലോ 2 വന്നത്. അപ്പം ഇങ്ങനെ നമ്മുടെ അർച്ചന സോഷ്യലിൽ ഒരു പ്രൊമോ, ഒരു മഴയത്ത് ഇങ്ങനെ നനഞ്ഞുകൊണ്ട് പോയിട്ട്, കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മുടെ സീസൺ 1 ബിഗ് ബോസ് കഴിഞ്ഞിരുന്നു, ഇപ്പോഴിതാ വീണ്ടും വരുന്നു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രൊമോ ഉണ്ടായിരുന്നു. അതെനിക്ക് അതേ വൈബാണ് പെട്ടെന്ന് ഈ സംഭവം അറിഞ്ഞപ്പോൾ ക്ലിക്കായത്. പഴയ മത്സരാർത്ഥി വന്നിട്ട് പുതിയ സീസൺ വരുന്നു, അല്ലെങ്കിൽ പുതിയ സീസണിന്റെ അപ്ഡേഷൻ ഇതാണെന്നൊക്കെ പറഞ്ഞ് പ്രൊമോ വരുന്നത് ഒരു സൂപ്പർ സംഭവമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ കരുത്തുക്കളല്ല, നിങ്ങളുടെ ഒപ്പീനിയൻ. കരുത്തുക്കൾ തമിഴാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്തോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട്. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.